നമസ്കാരം. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. 2022 മെയ് മാസത്തിലാണ് ആലപ്പുഴയിൽ SDPI റാലിയിൽ ഒരു ബാലൻ ഈ മുദ്രാവാക്യം വിളിച്ച് കേരളത്തെ ഞെട്ടിച്ചത്. SDPIക്കും പോപ്പുലർ ഫണ്ടിനുമെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്ന സമയത്താണ് ഈ റാലി നടന്നത്. തുടർന്ന് 2002 സെപ്റ്റംബർ മാസത്തിൽ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചു. പോപ്പുലർ ഫണ്ട് അടക്കം 5 സംഘടനകളെയാണ് നിരോധിച്ചത്. ഈ സമയത്ത് വന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: PFIയെ നിരോധിച്ചാൽ അതിനോടൊപ്പം എന്തുകൊണ്ട് SDPIയെ നിരോധിച്ചില്ല എന്നുള്ളത്. SDPI എന്നുള്ളത് ഒരു രാഷ്ട്രീയ സംഘടനയാണ്. പല പഞ്ചായത്തുകളിലടക്കം SDPIക്ക് ശക്തമായ വേരുകളുമുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും SDPIക്ക് ഒരു സീറ്റ് ലഭിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള കേരളത്തിൽ ശക്തമായ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി SDPI വളരുന്നു എന്നുള്ളതും സത്യമാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. PFIക്ക് പിന്നാലെ SDPIയും നിയന്ത്രിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. SDPI ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് ഇനി അത്തരമൊരു നിയന്ത്രണം SDPIക്കെതിരെ വരില്ല എന്ന് കണക്ക് കൂട്ടിയിട്ടുമുണ്ട് പലരും. പണ്ട് PFIയുടെ പല നേതാക്കളെയും അർദ്ധരാത്രി രാഖി രാമാനം പൊക്കിയെടുത്തുകൊണ്ട് ഡൽഹിക്ക് കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോയ കഥയും നമുക്കറിയാം. ഇപ്പോൾ SDPI നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ SDPIയുടെ ദേശീയ പ്രസിഡന്റായ AK ഫൈസിയെ കഴിഞ്ഞ ദിവസം കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അങ്ങ് ഡൽഹി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റിന് പിന്നാലെയാണ് PFIയുടെ ഫണ്ട് SDPIയുടെ കയ്യിൽ ലഭിച്ചു എന്നും അതും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചു എന്നുള്ള തെളിവുകൾ EDക്ക് ലഭിക്കുന്നത്. എന്തായാലും AK ഫൈസിയുടെ അറസ്റ്റിന് ശേഷം കൂടുതൽ നേതാക്കളും അറസ്റ്റിലാവുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് SDPIയെ പെട്ടെന്ന് നിരോധിക്കണം? കഥകൾ ഒരുപാട് പറയുവാനുമുണ്ട്. 2.5 വർഷമായി PFI ഇല്ല. പലരും ഇപ്പോൾ SDPIക്കാരാണ്. SDPIയും PFIയും ഒരു അമ്മ പെറ്റ മക്കളാണ് എന്നുള്ളത് ചോറ് കഴിക്കുന്ന മലയാളിക്ക് കൃത്യമായി അറിയാവുന്നതുമാണ്. PFI മുൻപ് പിരിച്ച ഫണ്ടുകളെല്ലാം ഇപ്പോൾ SDPIയുടെ കീശയിലാണെന്നുള്ള സത്യം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും മത തീവ്രവാദത്തിനും വേണ്ടി PFI പിരിച്ചെടുത്ത കാശെല്ലാം ഇപ്പോൾ SDPIയുടെ കയ്യിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ SDPIയെയും നിരോധിച്ചേക്കും. SDPIക്കെതിരെ പെട്ടെന്ന് ഇത്തരം ഒരു നടപടി എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഇപ്പോൾ വഖഫ് ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് വരാതിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തും മലപ്പുറത്തും അതിശക്തമായ പ്രകടനമാണ് SDPI നടത്തിയത്. പല സ്ഥലങ്ങളിലും ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള വലിയ ധർണകളും സമരങ്ങളും SDPI സംഘടിപ്പിക്കുന്നുമുണ്ട്. ഇതെല്ലാം കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, റംസാൻ സംഭാവന എന്ന പേരിൽ PFI ധനസമാഹരണം നടത്തിയിരുന്നു. ഈ പണം മുഴുവനും SDPIയുടെ കൈകളിലാണ് എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന, രാജ്യത്തെ പോലും ഭീഷണിയിലെത്തിക്കുന്ന ഒരു രീതിയിലാണ് SDPI പോകുന്നത് എന്നുള്ള തെളിവുകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ലഭിച്ചിട്ടുമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ SDPIക്കുള്ള നിയന്ത്രണത്തിനുള്ള വടി അമിത്ഷാ അങ്ങ് ഡൽഹിയിൽ നിന്നും എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളം ഉൾപ്പെടെ 14 ഇടങ്ങളിൽ SDPIയുടെ ഓഫീസുകളിൽ റെയ്ഡ് ഇപ്പോൾ നടന്നു വരികയാണ്. നമ്മുടെ മലപ്പുറത്ത് ഇന്ന് കേന്ദ്ര ഏജൻസിയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിലാണ് റെയ്ഡ് നടന്നത്. ഇതിൽ നമ്മുടെ മലപ്പുറത്തും കോഴിക്കോടുമെല്ലാം റെയ്ഡ് സജീവമായി നടക്കുന്നുണ്ട്. മലപ്പുറത്തുള്ള SDPI ഓഫീസിൽ കേന്ദ്ര ഏജൻസികളുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പറയുന്ന രീതിയിലാണ് റെയ്ഡ് നടന്നത്. ആർക്കും ഒരു സാധ്യത പോലും നൽകാതെ കേന്ദ്ര ഏജൻസികൾ ഇന്ന് മലപ്പുറം ഉൾപ്പെടെയുള്ള SDPI ഓഫീസുകളിൽ റെയ്ഡ് നടത്തി വരികയാണ്. ഇതിൽ നിന്നെല്ലാം കൂടുതൽ തെളിവുകൾ പുറത്തു വരും. അതുകൊണ്ട് തന്നെ SDPIയുടെ നിയന്ത്രണത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. PFIയെ അപേക്ഷിച്ച് SDPI ഒരു രാഷ്ട്രീയ സംഘടന ആയതുകൊണ്ട് തന്നെ
കേന്ദ്ര സർക്കാരിന് അങ്ങ് പെട്ടെന്ന് നിരോധിക്കാനാവില്ല. അതിലും ചില നിയമവശങ്ങളുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയും ഇതിൽ വേണം. എന്തുകൊണ്ട് ഈ SDPI എന്ന രാഷ്ട്രീയ സംഘടനയെ നിരോധിക്കുന്നു എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും കൃത്യമായ രീതിയിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കേന്ദ്ര ഏജൻസികളും. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ കൃത്യമായ പ്ലാനിട്ട് കൃത്യമായി പൂട്ടാനുള്ള എല്ലാ പ്ലാനുകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്നത്തെ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളായ മാതൃഭൂമിയും മനോരമയും ഈ SDPI നിരോധിക്കുമോ നിരോധിക്കുകയില്ലയോ എന്നുള്ള വാർത്തകളൊന്നും എഴുതുവാനുള്ള മനസ്സ് കാണിച്ചില്ല. അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. കഴിഞ്ഞ ദിവസം നടന്ന SDPIയുടെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധവും മനോരമയും മാതൃഭൂമിയും അത്ര നല്ല രീതിയിൽ കണ്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ വാർത്തകളും ഈ പത്രങ്ങളിൽ സജീവമായിരുന്നില്ല. ഇതെല്ലാം സജീവമായി കഴിഞ്ഞാൽ പഴയതുപോലെ PFIക്ക് സ്വീകരിച്ച പോലെ ഇരവാദം സ്വീകരിക്കേണ്ടി വരും. അന്നത്തെ ട്രെൻഡല്ല ഇന്നത്തെ ട്രെൻഡെന്ന് കൃത്യമായി നമ്മുടെ നാട്ടിലെ മാധ്യമ ലോകത്തിനും മനസ്സിലായി. അതുകൊണ്ട് മിണ്ടാതിരിക്കുക, വെറുതെ കേന്ദ്ര സർക്കാരിനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കാതിരിക്കുക എന്നുള്ള പത്ര നയമാണ് മുഖ്യ പത്രങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്.